പ്ലാസ്റ്റിക് എടുത്തല്ല അല്ലേ ചേച്ചിയുടെ വീട്ടിൽ നിന്ന്? ഈ മാസം കുപ്പിയും കുപ്പിച്ചിലും ആയിരുന്നു കൊടുത്തു കഴിഞ്ഞില്ലേ? കൊടുത്തു. മരട് നഗരസഭയിലെ 9ാം ഡിവിഷനിലാണ് ഇപ്പോഴുള്ളത്. നഗരസഭ അധ്യക്ഷന്റെ വാർഡാണ്. കടുത്ത പോരാട്ടമാണ് ഇത്തവണ ഈ വാർഡിൽ നടക്കുന്നത്. നിലവിലത് വനിതാ സംവരണ വാർഡാണ്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടുത്തെ ഹരിതകർമ്മ സേന അംഗം കൂടിയാണ്. ഇപ്പോൾ ആ ചേച്ചിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഞാൻ ഇതിനു മുമ്പ് 9ാം ഡിവിഷനിൽ നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. ചെറിയൊരു പെർസെൻറ്റേജിൽ ഞാൻ തോറ്റതാണ്. ഇപ്പോൾ വീണ്ടും വനിതാ വാർഡ് വന്നപ്പോൾ ജനറൽ വാർഡാണ്. അപ്പോൾ വീണ്ടും പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ തന്നെ വീണ്ടും നിൽക്കുകയാണ്. ഈ 9ാം ഡിവിഷനിലെ കഴിഞ്ഞ 2018 ജൂൺ മുതൽ ഞാൻ ഹരിതകർമ്മ സേനാംഗമാണ്. അപ്പോൾ ഇപ്പോൾ 7 വർഷം തീർത്തും ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഹരിതകർമ്മ സേനയായിട്ട്. അപ്പോൾ ആ ഒരു ഇത് എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ജനങ്ങളോടുകൂടി നല്ലൊരു ഇടപെടൽ എനിക്കുണ്ട്. ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആയി ബഹുണ്ട് അതിൻ്റെ വരാട്ടാ. പല വീടുകളിലും നമുക്ക് പുറത്തു നിന്ന് നമ്മളെ പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയില്ല. എല്ലാവരും വളരെ ഹാർദവമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. നമ്മൾ ഈ ജോലിയുടെ ഇടയ്ക്ക് തന്നെ ഒരു പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? ജോലിയുടെ സമയങ്ങളിൽ നമുക്ക് പ്രചരണം പാടില്ല. അതൊക്കെ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അല്ലാതെ നമ്മുടെ വർക്ക് 9 to 4 ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിലും രാവിലെ സമയത്തും നമുക്ക് സമയം പോലെ നമ്മൾ കൃത്യമായിട്ട് പ്രവർത്തകരോടൊപ്പവും അല്ലാതെ ഒറ്റക്കും ഒക്കെ ഇറങ്ങുന്നതാണ്. ഈ കോൺഗ്രസിന്റെ വർഷങ്ങളായിട്ടുള്ളൊരു കുത്തകയാണ് ഈ വാർഡ് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എങ്ങനെയാ വിജയപ്രതീക്ഷയൊക്കെ എങ്ങനെയാ? എന്നെ കൊണ്ട് സാധിച്ചാൽ നമുക്കിനി ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി മാറ്റം വരുത്തണം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷീബ മാത്യു ആണ്. ഒരു ത്രികോണ പോരാണ്. എനിക്കെല്ലാവരും പൂർണ്ണ സപ്പോർട്ടാണ്. ഇവിടെ ഇപ്പം ഞാൻ അക്ഷയയിലാണ് വർക്ക് ചെയ്യണത്. എങ്കിലും ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഈ വാർഡിൽ എൻ്റെ പൂർണ്ണ പിന്തുണ ഞാൻ ഈ വാർഡിൽ കൊടുക്കണതാണ്. അപ്പം ഞാനൊരു സേവന കേന്ദ്രത്തിലാണല്ലോ വർക്ക് ചെയ്യണത്. അപ്പോൾ തുടർന്നും എൻ്റെ എല്ലാ സേവനങ്ങളും ഈ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. BJP സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള സഹജ ഹരിദാസ് ആണ് 9ാം വാർഡിലെ BJP NDA സ്ഥാനാർത്ഥി. ഞങ്ങൾ ജയിക്കാൻ തന്നെയായിട്ടാണ് വാർഡിൽ നിൽക്കുന്നത്. അത് തന്നെയല്ല, പണ്ട് BJP എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇതായിരുന്നു. പക്ഷേ ഇന്ന് അത് മാറിക്കൊണ്ട് നമ്മളോട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അകത്ത് വരെ കയറി ചെല്ലാനുള്ള ഒരു ഇത് തരുന്നുണ്ട്. മാറി മാറി ഇവിടെ അറിയാലോ, മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷമാണ്. കേന്ദ്ര പദ്ധതികൾ ധാരാളം മുനിസിപ്പാലിറ്റിയിലേക്കാണ് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ അവർ വിനിയോഗിക്കുന്നില്ല. ഫണ്ട് ലാപ്സാക്കി കളയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പറയുന്ന വാക്ക് പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് BJPയുടെ നിലപാട്. ജനങ്ങളെ ഏറ്റവും അടുത്തറിയുന്നവരാണ് 3 സ്ഥാനാർത്ഥികളും. അതുകൊണ്ട് തന്നെ പോരാട്ടം കനക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുജോയ് എഡ്വേർഡിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.